Hello everyone, welcome to Ace Chemistry. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രൂപ്പ് 14 എലമെന്റ്സിന്റെ ചില കോമ്പൗണ്ടുകളാണ്. അപ്പോൾ ആദ്യം നമ്മൾ കാർബണിലേക്കാണ് പോകുന്നത്. കാർബൺ നമുക്കറിയാം അറ്റോമിക് നമ്പർ 6 അല്ലേ? കാർബൺ അതിലേക്ക് ഫെമിലിയർ ആണ്. നമ്മൾ കാർബണിന്റെ അലോട്രോപ്പുകളാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇത് ചെറിയൊരു ടോപ്പിക് ആണ് കേട്ടോ. കുറച്ച് സമയം വേണ്ടി വരുള്ളൂ. കാർബണിന്റെ ക്രിസ്റ്റലൈൻ ആയിട്ടുള്ള ക്രിസ്റ്റലൈൻ ആയിട്ടും അമോർഫസ് ആയിട്ടും രണ്ട് ടൈപ്പ് ഓഫ് അലോട്രോപ്പുകൾ ഉണ്ട്. അപ്പൊ നമുക്ക് കാര്യമായിട്ട് ചോദ്യം വരുന്നത് ഈ ക്രിസ്റ്റലൈൻ അലോട്രോപ്പ് എന്ന് മാത്രമാണ്. അത് ഡയമണ്ടും ഗ്രാഫൈറ്റും പിന്നെ ഫുള്ളറിനും ഈ മൂന്ന് അലോട്രോപ്പാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ഡയമണ്ട് നോക്കാം. ഡയമണ്ടിനെ പറ്റി നമുക്ക് അറിയുന്ന ഒരു കാര്യം എന്താണ്? ഇത് വളരെ ഹാർഡ് ആണല്ലേ? ഹാർഡസ്റ്റ് നോൺ നാച്ചുറൽ സബ്സ്റ്റൻസ് ഡയമണ്ട് ആണ്. നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഈ ഡയമണ്ടിനെ പോലെ തന്നെയുള്ള ഒരു ബോറോൺ നൈട്രൈഡ് നമ്മൾ പറഞ്ഞിരുന്നു. ഈ ബോറോൺ നൈട്രൈഡ് പറഞ്ഞില്ലേ? യെസ്, അതായത് ക്യൂബിക് ബോറോൺ നൈട്രൈഡ് സെക്കൻഡിൽ ഹാർഡസ്റ്റ് ആണ് ഡയമണ്ടിന് ശേഷം പറഞ്ഞു അല്ലെ? അപ്പോൾ അത് ജസ്റ്റ് കൂടി ഓർമ്മിപ്പിച്ചു എന്നുള്ളൂ. ഇപ്പൊ ഡയമണ്ട് ആണ് എന്ത് ഏറ്റവും ഹാർഡ് ആയിട്ടുള്ള നാച്ചുറൽ സബ്സ്റ്റൻസ്. ഓക്കെ, പിന്നെ ഡയമണ്ട് എന്താ ഇൻസുലേറ്റർ ആണ്. അത് എന്തെയില്ല, ഇലക്ട്രിസിറ്റി ഒന്നും കണ്ടക്ട് ചെയ്യില്ല. ഇറ്റ്സ് എൻ ഇൻസുലേറ്റർ. പിന്നെ ഇതിന്റെ സ്ട്രക്ചർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടെട്രാഡ്രൽ ആണ് കേട്ടോ. സ്ട്രക്ചർ കണ്ടില്ല, ഇതാണ് ഇതിന്റെ സ്ട്രക്ചർ. ടെട്രാഡ്രൽ ആകുമ്പോൾ കാർബൺ ആറ്റത്തിന്റെ ഹൈബ്രിഡൈസേഷൻ എന്താണ്? sp3 ആണ്. ഇതാണ് ഡയമണ്ടിന്റെ ടെട്രാഹൈഡ്രൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഏകദേശം ബോണ്ട് ലെങ്ത് വരുന്നത് 144 പൈക്കോമീറ്റർ. ഇത് എല്ലാ ബോണ്ട് ലെങ്ത്തും എന്താണ്? ഈക്വൽ ആണ്. ഡയമണ്ടിന്റെ കേസിൽ ബോണ്ട് ലെങ്ത് എല്ലാ CC ബോണ്ടും അല്ലെ, CC അല്ലെ ബോണ്ട് അല്ലെ, CC ബോണ്ട് ലെങ്ത് എന്താണ്? ഈക്വൽ ആണ്. അത് 154 പൈക്കോമീറ്റർ വരും ഏകദേശം. ഓക്കെ, അത്രേ ഉള്ളൂ. ഇതൊരു കോവാലന്റ് 3 ഡയമെൻഷൻ നെറ്റ്വർക്ക് ആണ്. ബോണ്ട് ആംഗിൾ എത്ര വരിക? ടെട്രാഹൈഡ്രൽ ആയതുകൊണ്ട് 109 ഡിഗ്രി 28 മിനിറ്റ് വരും. പിന്നെ എന്താണ്, ഇതിന് മെൽറ്റിംഗ് പോയിന്റ് വളരെ ഹൈ ആണ്. ഹാർഡ് സബ്സ്റ്റൻസ് അതുകൊണ്ട് ഭയങ്കര ഹൈ മെൽറ്റിംഗ് പോയിന്റ് ഉണ്ട്. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത് ഇവിടെ ഗ്ലാസ് കട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്, ഗ്ലാസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അബ്രേസീവ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഷാർപ്പൻ ചെയ്യാൻ, ടൂളുകളൊക്കെ ഷാർപ്പൻ ചെയ്യാൻ വേണ്ടിയിട്ട് അത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇതെന്താണ്? ഇലക്ട്രിക്കൽ ഇൻസുലേറ്റർ ആണ്. ബിക്കോസ് ഇവിടെ ഫ്രീ ഇലക്ട്രോൺസ് ഒന്നും ഇല്ല അല്ലെ? ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ വേണ്ടി ഫ്രീ ഇലക്ട്രോൺസ് ഒന്നും ഇല്ല. ഓരോ കാർബൺ എന്താണ്? വേറെ 4 കാർബൺസ് ആയിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ അങ്ങനെ 4 ബോണ്ടും കംപ്ലീറ്റ് ആയതുകൊണ്ട് അവിടെ ഫ്രീ ഇലക്ട്രോൺസ് ഒന്നും ഇല്ല. ഫ്രീ ഇലക്ട്രോൺസ് ഇല്ലാത്തതുകൊണ്ട് അത് ഇലക്ട്രിസിറ്റി കണ്ടക്റ്റും ചെയ്യില്ല. അപ്പോൾ ഡയമണ്ട് ബേസിക്കലി എന്താണ്? ഒരു ഇൻസുലേറ്റർ ആണെന്ന് കാര്യം എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വെക്കാം. അപ്പൊ ഇത്രയാണ് നമുക്ക് ഡയമണ്ട്. ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഹൈബ്രിഡൈസേഷൻ കേട്ടോ. sp3 ഹൈബ്രിഡൈസേഷൻ ടെട്രാഹൈഡ്രൽ സ്ട്രക്ചർ എന്ത് ചെയ്യുക? അവിടെ എന്തായാലും ഓർത്ത് വെക്കാം. ഇത്രേ ഉള്ളൂ. നമുക്ക് അടുത്തത് പോകുന്നത് ഡയമണ്ട് കഴിഞ്ഞു. അടുത്തത് ഗ്രാഫൈറ്റ് ആണ്. ഗ്രാഫൈറ്റ് സോഫ്റ്റ് ആൻഡ് സ്ലിപ്പറി ആണ് ഗ്രാഫൈറ്റ്. ഇവിടെ ഡയമണ്ടിന് ഡിഫറെന്റ് ആയിട്ട് ഇത് ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആണ് കേട്ടോ. ഇവിടെ എന്തുണ്ട്? ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന ഒരു കോമ്പൗണ്ട് ആണ് ഗ്രാഫൈറ്റ്. ഒരു ഫോം ആണ് ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത്. ഇവിടെ കാർബൺ ആറ്റത്തിന്റെ ഹൈബ്രിഡൈസേഷൻ എന്താണ്? sp2 ഹൈബ്രിഡൈസ്ഡ്. സ്ട്രക്ചർ ട്രയാങ്കിൾ പ്ലാനർ. ഇങ്ങനെയാണ് ഇതിന്റെ സ്ട്രക്ചർ വരെ കണ്ടല്ലേ? ഇതാണ് ഗ്രാഫൈറ്റിന്റെ ഒരു ലെയേർഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. ഇങ്ങനെ ഓരോ ലെയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, പിന്നെ ട്രയാങ്കിൾ പ്ലാനർ ആണ്, sp2 ഹൈബ്രിഡൈസേഷൻ ആണ്. ഇത്ര ഓർത്ത് വെക്കുക. പിന്നെ നമുക്ക് ലെയേർഡ് സ്ട്രക്ചർ ആണെന്ന് ഓർത്ത് വെക്കണം. 2D പ്ലെയിനിൽ ലെയേർഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണെന്ന് ഓർത്ത് വെക്കാം. പിന്നെ ഓരോ ലെയറും എന്താണ്? ഹെക്സഗണൽ റിംഗ് പോലെ അല്ല? കണ്ടോ, ഓരോ ലെയർ കണ്ടോ? ഇവിടെ ഒരു ലെയർ കണ്ടല്ലേ? ഇങ്ങനെ ഒരു ഹെക്സഗണൽ റിംഗ് പോലെ അത് വാണ്ടർവാൾ ഫോഴ്സ് വെച്ചിട്ട് ലെയർ തമ്മിൽ എന്താണ്? കണക്റ്റഡ് ആണ്. ഓക്കെ, അത് ഓരോ ലെയറും എന്താണ്? പ്ലാനാർ ഹെക്സഗണൽ റിംഗ് ആണ്. കാർബൺ ആറ്റംസിന്റെ ഒരു ഹെക്സഗണൽ റിംഗ് ആണ്. പിന്നെ അതിൽ ബോണ്ട് ആംഗിൾ എത്ര വരും? 120 ഡിഗ്രി വരും അല്ലെ? ബോണ്ട് ലെങ്ത് അല്ലാതെ ഏകദേശം ഈക്വൽ ആണ്. ഇവിടെ 142 പൈക്കോമീറ്റർ ആണ് CC ബോണ്ട് ലെങ്ത് വരുന്നത്. ബോണ്ട് ആംഗിൾ ട്രയാങ്കിൾ പ്ലാനർ ആയതുകൊണ്ട് 120 ആണ്. പിന്നെ ഈ ഒരു ലെയറുകൾ, ഈ ഡിഫറെന്റ് ലെയേഴ്സ് ഇങ്ങനെ ഒരുമിച്ച് ഹെൽഡ് ടുഗെദർ ബൈ വാണ്ടർവാൾസ് ഫോഴ്സസ്. വാണ്ടർവാൾസ് ഫോഴ്സസ് വെച്ചിട്ടാണ് ലെയറുകൾ എന്ത് ചെയ്തിട്ടുള്ളത്? ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്, ട്രയാങ്കിൾ പ്ലാനർ ആണ്, ലെയേർഡ് സ്ട്രക്ചർ ആണ്. ഈ ഓരോ ലെയറും ഒരു ഹെക്സഗണൽ റിംഗ് ആണ്. അതിനെ തമ്മിൽ ഹോൾഡ് ചെയ്യുന്ന ആരാണ്? വാണ്ടർവാൾസ് ഫോഴ്സ് ആണ്. പിന്നെ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. പിന്നെ വേറെ കാര്യം പറയുന്നത്, ഗ്രാഫൈറ്റ് ആണ് ഡയമണ്ടിനെക്കാളും തെർമോഡൈനാമിക്കലി സ്റ്റേബിൾ എന്ന് പറയുന്നത്. ഇത് ശരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യില്ല അല്ലെ? അതായത് ശരിക്കും ഡയമണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഡയമണ്ട് ഗ്രാഫൈറ്റ് ആയിട്ട് കൺവേർട്ട് ആവാനാണ് ടെൻഡൻസി. പക്ഷെ ഇത് വളരെ സ്ലോ ആയിട്ടുള്ള പ്രോസസ്സാണ്. നമുക്ക് ഡയമണ്ട് അങ്ങനെ കുറെ കാലം കഴിഞ്ഞ് എന്താ പറയാ, വളരെ സ്ലോ എന്ന് പറയാൻ പറ്റും. അതായത് ശരിക്കും സാധാരണ കണ്ടീഷൻസിൽ ഗ്രാഫൈറ്റ് ആണ് മോർ സ്റ്റേബിൾ. അപ്പൊ ഡയമണ്ട് ഗ്രാഫൈറ്റ് ആവുന്ന ആ കൺവേർഷൻ പ്രോസസ്സ് എന്ത് ചെയ്യുന്നുണ്ട്? അത് ഫേവേർഡ് ആണ്. പക്ഷെ ഈ ഒരു കൺവേർഷൻ, അതായത് ഡയമണ്ട് ടു ഗ്രാഫൈറ്റ് എന്ന് പറയുന്ന കൺവേർഷൻ, ഇത് ഫേവേർഡ് ആണ്. കാരണം എന്താ? ഗ്രാഫൈറ്റ് ആണ് ഡയമണ്ടിനെക്കാട്ട് തെർമോഡൈനാമിക്കലി സ്റ്റേബിൾ. ഓക്കെ, പക്ഷെ അതുകൊണ്ട് ഈ ഒരു കൺവേർഷനിൽ ഗിബ്സ് എനർജി കുറയും. ഗിബ്സ് എനർജി എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് ഈ ഗ്രാഫൈറ്റ് ആണ് സ്റ്റേബിൾ. ബട്ട് സ്റ്റിൽ ഈ ഒരു കൺവേർഷൻ ഭയങ്കര സ്ലോ ആണ്. നമുക്കത് വളരെ സ്ലോ. അതുകൊണ്ട് നമ്മൾ ഡയമണ്ട് അങ്ങനെ ഗ്രാഫൈറ്റ് ആയി മാറുന്ന നമ്മൾ എന്ത് ചെയ്യില്ല, കാണില്ല. ഓക്കെ, പിന്നെ റിയാക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ ഗ്രാഫൈറ്റ് ആണ് ഡയമണ്ടിനെക്കാട്ട് കൂടുതൽ റിയാക്റ്റീവ് എന്ന് പറയാം. ഓക്കെ, അത്രയും ഓർക്കാനുള്ളൂ. ഇപ്പൊ ഹൈബ്രിഡൈസേഷൻ ആണ് ഓർക്കാനുള്ളത് കേട്ടോ. രണ്ടിനെ ഹൈബ്രിഡൈസേഷൻ ഓർക്കുക, സ്ട്രക്ചർ ഓർക്കാം. പിന്നെ മൂന്നാമത്താണ് ഫുള്ളറിൻസ്. ഫുള്ളറിൻസ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഫുള്ളറിൻസ് കേട്ടിട്ടുണ്ടാവും. ഇതും കാർബണിന്റെ ഒരു അലോട്രോപ്പ് ആണ്. ഇങ്ങനെ ഫുട്ബോൾ പോലെ അല്ലെ? കാർബൺ ആറ്റം ഇങ്ങനെ പെന്റഗണും ഹെക്സഗണും ഒക്കെ ആയിട്ട് കാർബൺ ആറ്റംസ് ഒക്കെ ഫുട്ബോൾ പോലെ കാണുന്നതാണ് ഫുള്ളറിൻസ് എന്ന് പറയുന്നത്. കേജ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ്. കേജ് പോലെ, ഒരു കൂട് പോലെ, കേജ് പോലെയാണ്.
പിന്നെ ഇവർക്ക് എന്താണ് ഇവരിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഫുള്ളറിനാണ് C60 എന്ന് പറയുന്ന ബക്ക്മിൻസ്റ്റർ ഫുള്ളർ. നമ്മൾ കേട്ടിട്ടുണ്ടാവും. ബക്ക്മിൻസ്റ്റർ ഫുള്ളർ എന്ന് പറയുന്ന ബക്കീബോൾ എന്നൊക്കെ പറയുന്ന സംഭവമാണ്. ഇതിൽ 60 കാർബൺ ആറ്റംസ് C60 ആണ്. ഓക്കെ. പിന്നെ ഇതെങ്ങനെയാണ്? ഇതിൽ 20 ഹെക്സഗൺസും 12 പെന്റഗൺസും ആണ്. ഓക്കെ. 20 ഹെക്സഗൺസ് 12 പെന്റഗൺസ് ഇമ്പോർട്ടന്റ് ആട്ടോ. 20 ഹെക്സഗൺസും 12 പെന്റഗൺസും ആണ് എന്തിലുള്ളത്? ഈ C60 ഉള്ളത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ 20 6 മെമ്പേർഡ് റിംഗ്, 12 5 മെമ്പേർഡ് റിംഗ്. ഓക്കെ, അത് ഓർത്തേക്കണം. പിന്നെ കാർബൺ ആറ്റംസ് എല്ലാതും sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. എല്ലാതും എന്താണ്? sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. പിന്നെ ഇതിൽ 2 ടൈപ്പ് ഓഫ് CC ബോണ്ട്. നമ്മൾ നേരത്തെ CC ബോണ്ട് ഒന്നല്ലേ പറഞ്ഞുള്ളൂ. ബോണ്ട് ലെങ്ത് സെയിം ആണെന്ന് പറഞ്ഞു ഡയമണ്ടിലും ഗ്രാഫൈറ്റിലും. പക്ഷെ ഇവിടെ 2 ടൈപ്പ് ഓഫ് CC ബോണ്ട് ഉണ്ട്. അതിന്റെ ബോണ്ട് ലെങ്ത് എന്തുണ്ട്? വ്യത്യാസം ഉണ്ട് കേട്ടോ. അത്ര വാല്യൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. 2 ടൈപ്പ് CC ബോണ്ട് ഉണ്ട്. ജസ്റ്റ് എന്ത് ചെയ്യാന്ന് ഓർത്ത് വെക്കാം. അത് മതി. സ്ട്രക്ചർ എന്തായിരിക്കും? sp2 അതുകൊണ്ട് ട്രയാങ്കിൾ പ്ലാനർ ആണ്. ട്രയാങ്കിൾ പ്ലാനർ. ഒരു കാർബൺ ആറ്റത്തിന് മറ്റ് 3 കാർബൺ ആറ്റംസ് ആയിട്ട് സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്. അത്രേ ഉള്ളൂ. പിന്നെ വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്. സോ ഇത് അരോമാറ്റിക് ആണ്. അതായത് ഈ ഫുള്ളറിൻ എന്ന് പറയുന്ന സാധനം അരോമാറ്റിക് ആണ്. അതുകൊണ്ട് ഓർത്തേക്കണേ. ഫുള്ളറിൻ എന്താണ്? അരോമാറ്റിക് ആണ്. അരോമാറ്റിക് ആകാൻ കാരണം എന്താ വെച്ചാൽ ഈ കാർബണിലെ 3 ബോണ്ട് കഴിഞ്ഞാൽ കാർബണിൽ ഒരു വാലൻസ് ഇലക്ട്രോൺ ഉണ്ട്. സോ വാലൻസ് ഇലക്ട്രോൺ ഉള്ളത് കാരണം അത് അൺഹൈബ്രിഡൈസ്ഡ് പി ഓർബിറ്റൽ. sp2 പോയി കഴിഞ്ഞാൽ ബാക്കി ഒരു അൺഹൈബ്രിഡൈസ്ഡ് പി ഓർബിറ്റൽ ഉണ്ടാവും. ഈ പി ഓർബിറ്റലാണ് എന്തുള്ളത്? വാലൻസ് ഇലക്ട്രോൺ ഉള്ളത്. അപ്പൊ അത് ഡീലോക്കലൈസ് ചെയ്യും. ഇങ്ങനെ ഡീലോക്കലൈസ്ഡ് പോയിട്ട് അങ്ങനെ ഇത് കിട്ടും. ഇതിന് അരോമാറ്റിക് ക്യാരക്ടർ കിട്ടും എന്ന് ഓർത്തേക്കാം. ഓക്കെ. ഫുള്ളറിൻ എന്താണ്? അരോമാറ്റിക് ആണോ വെച്ചാൽ അരോമാറ്റിക് ആണ്. ക്ലിയർ ആയി? ഇത്രയുള്ള നമുക്ക് അല്ലോട്രോപ്സിൽ പറയാനുള്ളൂ. ഇതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ഇതിന്റെ സ്ട്രക്ചറും ഹൈബ്രിഡൈസേഷനും ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത്. അത്ര മതി കേട്ടോ. ഇത് ചെറിയൊരു വീഡിയോ ആണ്. ഞാൻ അടുത്ത ടോപ്പിക്ക് നമുക്ക് സിലിക്കേറ്റ്സ് എടുക്കുകയാണ്. ഞാൻ ഈ വീഡിയോയിൽ ഇത് ഉൾപ്പെടുത്തുന്നില്ല. സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സിലിക്കേറ്റ്സ് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഓക്കെ. അപ്പൊ ഈ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.